മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകളാണ്? PSCയുടെ സ്ഥിരമായിട്ടുള്ള ഒരു മാർക്കിൻ്റെ ഒരു ഏരിയയാണിതെന്ന് പറയുന്നത്. ഇപ്പം ഒരുവിധം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇതുപോലെ ആരുടെയെങ്കിലും ഒരു കോഡ്സ് തന്നിട്ട് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഖാദി ബോർഡിൻ്റെ ഫേസ് 4 4ാം ഘട്ട പരീക്ഷയുടെ ഡിസംബർ 9-ാം തീയതി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്തും ഉണ്ടായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ വാക്കുകൾ. അപ്പോൾ അതുപോലെ എല്ലാ പരീക്ഷയിലും ഒരു മാർക്കിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തത്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ഇത് ഒത്തിരി റിപ്പീറ്റായിട്ട് ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണിത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? അടുത്ത ചോദ്യം, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? ഇതും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഓക്കെ. നാലാമത്തെ ചോദ്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഓർത്ത് വച്ചേക്കുക. അടുത്തത്, രണ്ടാമത്തത്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇത് ഓർത്ത് വച്ചേക്കുക, മറക്കരുത്. വേദങ്ങളിലേക്ക് മടങ്ങുക, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്ന് പറഞ്ഞത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വച്ചേക്കുക. ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള കോഡ്സ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.